ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ജ്യൂസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ്. ഇതൊരു പെർഫെക്റ്റ് വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. നമുക്ക് ഫാമിലി ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഈ ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി നമുക്ക് ലഞ്ചിൻ്റെ സമയത്തും ഡിന്നറായിട്ടും എല്ലാം എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ടേസ്റ്റ് കുറവാണെന്നൊന്നും കരുതണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാലറിയും കുറവാണ്, നല്ല പ്രോട്ടീൻ റിച്ചുമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമേ തന്നെ ഒരു സോറി പറയട്ടെ, ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ എടുത്തതായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പക്ഷേ ഞാനിതിൽ എന്തൊക്കെ ഇട്ടേന്ന് പറഞ്ഞുതരാം കേട്ടോ. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, എല്ലില്ലാത്തൊരു ഇത്. അതിലേക്ക് ഉണ്ടല്ലോ ഞാൻ 1 സ്പൂൺ നാരങ്ങ നീര്, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 20-25 മിനിറ്റ് വെച്ചേക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ വെച്ചെടുത്താൽ മതി. ഞാൻ അങ്ങനെ ഓവർനൈറ്റ് വെച്ചെടുത്തതാണ്. എൻ്റെ പാനിൻ്റെ പരുവം കണ്ടോ, ഇതിൽ ഇങ്ങനെ ഈ കറുപ്പ് കളറില്ലേ, അതെല്ലാം പോയതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് പറയുന്നത്. അതുകൊണ്ട് നമുക്കിനി ഇത് ഒഴിവാക്കാം. അങ്ങനെ അടി കട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്ക് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. തീ കൂട്ടിയിടരുത് കേട്ടോ, നമ്മളത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എപ്പോഴും കരിഞ്ഞു പോവും. ആ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമുക്കൊരു വേവിച്ചെടുക്കാം. ഒരു 9-10 മിനിറ്റ് ഒരു വശം ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചും അതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പാത്രം ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് കുറച്ച് ലെറ്റ്യൂസിൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയത്. അപ്പോൾ ഞാനത് 2-3 ഇല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയായോ നോക്കാം. ഇത് ഒരു വശം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബലം പിടിക്കരുത് കേട്ടോ, നമ്മൾ ഓയിലൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ചിലത് കുറച്ചൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും, കുഴപ്പമില്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് റെസിപ്പീസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാവേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? നിങ്ങളുടെ വെയിറ്റൊക്കെ കുറയുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാവേ. അപ്പം നമ്മുടെ ചിക്കൻ ഇത് ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. വേവാത്ത ചിക്കനൊന്നും കഴിച്ച് വയറിനൊന്നും പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും. ഇനിയും വയറ് നിറഞ്ഞില്ല, കുറച്ചും കൂടി സ്ഥലം ഒഴിവുണ്ട്, എനിക്ക് കുറച്ചും കൂടി ഫുഡ് വേണം എന്നുള്ളവർ കുറച്ച് വെജിറ്റബിളും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ലെമണൊക്കെ ഒഴിച്ച് അതും കൂടെ കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ ചിക്കനൊക്കെ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫോർക്കോ ചെറിയ തവിയോ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തി നോക്കുക വെന്തോന്ന്. അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിടയിൽ ലെറ്റ്യൂസിൻ്റെ ഇല വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് എടുത്ത് വെക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ വയറ് നിറയില്ലേ? അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ലോസ് തുടങ്ങുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് എന്തായാലും വർക്കാവും. നമുക്ക് ചോറൊന്നും വേണ്ട, നല്ല ഫില്ലിംഗ് ആണ്. ഇനി നമുക്കിത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. പിന്നെ കുറച്ച് ഇല കൂടി ഇടാം. എന്തിലായിരുന്നു? മല്ലിയില. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ കാണാനും അടിപൊളിയായിട്ടില്ലേ? ഇതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഒരു ആർഭാടത്തിന് കുറച്ചൊരു 2 തുള്ളി നാരങ്ങ നീരും കൂടി വയ്ക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതേ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും വെയിറ്റ് കുറച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരും എല്ലാവരും കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വെയിറ്റൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് വെയിറ്റൊക്കെ കുറയ്ക്കാം. വെയിറ്റ് കുറയ്ക്കണമല്ലോ, പട്ടിണി കിടക്കണമല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കേ വേണ്ട. ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. ഇതുപോലെ തന്നെ ഒരു ചിക്കൻ പീസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ കറി വെക്കാൻ ഇങ്ങനെ പീസായിട്ട് വാങ്ങുന്ന ചിക്കൻ ഇല്ലേ, അതിൽ നിന്ന് തന്നെ കുറച്ച് എല്ലില്ലാത്ത പീസ് നോക്കി മാറ്റി വെച്ചാൽ അതൊരു 3-4 കഷ്ണം അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക.